അമേരിക്കയുടെ സൈനികർ ഇസ്രായേലിൻ്റെ ചാരന്മാരാകുന്നോ എന്നൊരു സംശയം ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഈ രഹസ്യ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ട്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലതും അമേരിക്ക കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളുണ്ടായാൽ അവിടെയുള്ള സർവാധിപത്യം നഷ്ടപ്പെടും. ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ട് എന്ന് പേടിപ്പിച്ചിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളെ പരമാവധി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവ രാജ്യം എന്ന നിലക്ക് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടാക്കിയാൽ അതൊരു അവസാനിക്കാത്ത വിഷയമായിട്ട് നിലനിൽക്കും എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് ഉടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒഴികെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലൊരു മാനസിക യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ആന്തരികമായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 20% അമേരിക്കയുടെ സൈന്യത്തെയും സൈനിക സംവിധാനത്തെയും ഇസ്രായേലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഇസ്രായേലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അത് പോയതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ 20% 35% കൂടുതൽ ഉണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അതിനോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥ, ചില കരാർ വ്യവസ്ഥ, ആയുധങ്ങൾ നൽകാമെന്നുള്ള കരാർ വ്യവസ്ഥയിൽ നിന്ന് അമേരിക്ക പിറകോട്ട് പോകുന്നു. അപ്പോൾ മാനസികമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാ കാലത്തും അമേരിക്കയുടെ നയത്തിനും നിലപാടിനും അനുസരിച്ചാണ് ഇസ്രായേൽ ചലിക്കാറുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നേരെ വിപരീതമാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മാത്രമാണ്, ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് അല്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി താനാണ് എന്നൊക്കെ നെതന്യാഹു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നിരുന്നു. തങ്ങളുടെ രാജ്യത്തിൽ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടേണ്ട എന്ന് ചുരുക്കം അങ്ങനെ പറയാതെ പറയുന്നു എന്നുള്ളത്. ഇസ്രായേൽ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആവശ്യം അമേരിക്കക്കാണ്, ഇസ്രായേൽ പോലും അല്ല. അതിനു വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള കളം മാറി ചവിട്ടലും യഥാർത്ഥത്തിൽ അമേരിക്ക ചരിത്രത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ സൈനികർ ഇസ്രായേലിനെ ഒറ്റുകൊടുത്ത, ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തിയ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപൂർവമായിട്ട് ചിലത് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. അത് ചോർന്നു പോകുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടർമാർ ഈ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെയാണ് ചോർച്ചയുള്ളത്. 980 ഇത് 980 967 തന്നെ ഉണ്ട്. 980 പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അത് ജൊനാഥൻ പൊള്ളാർഡ് എന്ന് പറയുന്ന കക്ഷി, ജൊനാഥൻ പൊള്ളാർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ നാവികസേനയുടെ അനലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ഇസ്രായേലിന് നൽകി. അത് ചരിത്രത്തിൽ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ചാരപ്രവർത്തന കേസായിട്ട് പിന്നീട് അത് പരിണമിക്കുകയും ചെയ്തു. അപ്പോൾ ചോർത്തപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അതീവ രഹസ്യമുള്ളതാണ്. സൈനിക കമാൻഡർമാരിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അത് ഇസ്രായേലിൻ്റെ കൈവശത്തിലെത്തി. പിന്നൊരിക്കൽ ഇസ്രായേൽ ഈ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ച സമയത്താണ് അമേരിക്കക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടാവുന്നത്. അവർ വളരെ രഹസ്യമായി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് രഹസ്യം ചോർത്തിയ സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു പ്രതിപ്രവർത്തനം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായ സമയത്ത് എങ്ങനെ ഇത് വന്നു എന്ന തരത്തിലുള്ള അന്വേഷണമാണ് വലിയ രീതിയിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് പറയപ്പെട്ട ഈ ജൊനാഥൻ പൊള്ളാർഡ് എന്ന് പറയുന്ന കക്ഷിയിലേക്ക് എത്തുന്നത്. ഇദ്ദേഹമാണ് ചോർത്തപ്പെട്ടത് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം ചോർത്തിയിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ കാര്യങ്ങളും അമേരിക്ക തന്നെ പുറത്തു വിട്ടിട്ടില്ല. ഇവരുടെ കൈവശത്തിൽ, ഇസ്രായേലിൻ്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. 2008 ബെൻ അമി കത്തീസ് എന്ന് പറയുന്ന ആൾ, ബെൻ അമി കത്തീസ് അമേരിക്കയുടെ സൈനിക എഞ്ചിനീയറാണ് ഈ കക്ഷി. ഇദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രഹസ്യങ്ങളും ചോർത്തപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് ചോർത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ വിവരങ്ങൾ അമേരിക്ക പറയില്ല, ഇസ്രായേൽ ഏതായാലും പറയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമി കത്തീസ് എന്ത് ചെയ്തു? അത് ഇസ്രായേൽ നൽകി. ഇതിൻ്റെ പ്രതിഫലം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായിരുന്നാലും 2008 അത് ചോർന്നത് പിടിക്കപ്പെട്ടത് വളരെ പെട്ടതൊന്നുമല്ല, കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. ഇതിനനുസരിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ
ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്. അവർ ഏറെക്കുറെ അമേരിക്കയുടെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേലിനെ മറ്റ് മീഡിയക്കാരൊക്കെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ അത്രയും ബന്ധമുണ്ടാകുന്ന സമയത്ത് അവരുമായിട്ട് ഉടക്കുക എന്നുള്ളത് അമേരിക്കക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഉടക്കില്ല എന്ന് ഇസ്രായേലിന് അറിയുകയും ചെയ്യുക. അപ്പോൾ പിന്നെ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അതിൻ്റെയൊക്കെ മുൻപ് നടന്ന ഒരു സംഭവം 967 ആ സംഭവം നടക്കുന്നത്. അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന കാലമാണ് 967 എന്ന് പറഞ്ഞാൽ. അത് നിസ്സാരമായിരിക്കുന്ന ഒരു യുദ്ധമല്ല. ചരിത്രത്തിൽ നിന്ന് ഇസ്രായേലിനെ തൂത്തെറിയപ്പെടുന്ന ഒരു യുദ്ധമായിട്ടാണ് അതിനെ ചരിത്രകാരന്മാർ വ്യാഖ്യാനിച്ചത്. കാര്യം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്ന ഈജിപ്താണ് അന്ന് സൈനിക ശക്തി. അപ്പോൾ അന്നത്തെ കാലം നോക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെ 10% പോലും സൈനിക സംവിധാനങ്ങൾ ഇല്ലാത്ത ആ കാലത്ത് അതിശക്തരായിരിക്കുന്ന സൈനിക ട്രൂപ്പിനെ രംഗത്തിറക്കി ലെബനാനും സിറിയയും ജോർദാനും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആ സമയം. ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ടെന്നറിയോ? അമേരിക്കയുടെ ഒരു സൈനിക രഹസ്യ കപ്പൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയും പരിശോധിക്കാൻ വേണ്ടിയിട്ടും അമേരിക്ക പറഞ്ഞേക്കുന്നു. അത് വ്യക്തമായ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് അവർ പതാകകളൊക്കെ അമേരിക്കയുടെ പതാകകളൊക്കെ ഉയർത്തിക്കേറ്റാണ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചത്. അതായത് ഏത് രാജ്യത്തിൻ്റെ കപ്പലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഒറ്റുകാരനുണ്ടായി എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ എങ്ങനെ എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും അമേരിക്ക പുറത്ത് വിട്ടിട്ടില്ല, ഇസ്രായേലും പുറത്ത് വിട്ടിട്ടില്ല. ഏതായിരുന്നാലും അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ അല്ലെങ്കിൽ സൈനിക രഹസ്യ കപ്പലിനെ ഇസ്രായേൽ ആക്രമിച്ചു. 34 സൈനികർ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ 100 ചില്ലാൻ ആൾക്ക് 167 അങ്ങ് പറയുന്നുണ്ട്. അത്രയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. സഖ്യകക്ഷികളും സൗഹൃദ രാജ്യവുമായിരിക്കുന്ന ഇസ്രായേൽ അമേരിക്കയെ ആക്രമിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക തിരിച്ചടിച്ചില്ല എന്നൊരു ചോദ്യത്തിനും അവിടെ ഉത്തരം പറയുന്നുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ ആകാശത്തിലൂടെ നിരീക്ഷണം നടത്തുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞങ്ങൾ ആക്രമിക്കേണ്ട കാര്യമില്ല, തങ്ങളെ കൂടി സുരക്ഷിതത്വത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് തങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അവർ ചതിയന്മാരാണ്, അവർ വഞ്ചിക്കും, അവർ ആരും പറ്റിക്കും, അതവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കരാർ വ്യവസ്ഥ ലംഘിക്കും, അവർ പാലിക്കില്ല. ചരിത്രത്തിൽ ഇപ്പോൾ ഒന്നല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജൂത വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചതി രാഷ്ട്രീയങ്ങളും ചതി കരാറുകളും മുൻപേ പോരുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതേക്കുറിച്ച് വലിയ വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഇസ്രായേൽ മാപ്പ് പറഞ്ഞു, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ് നഷ്ടപരിഹാരം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഏകദേശം ഒരു 10-25 948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കുറെ 25 ഈ ചാരപ്രവൃത്തികൾ അമേരിക്കയിൽ നിന്ന് നടന്നിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പല രാജ്യങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മൊസാദ് സംഘം രഹസ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നു, ഗസയുടെ ഹമാസിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നു, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അമേരിക്കയുടെ രഹസ്യം ചേർത്തുന്നു എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം കേൾക്കൂ. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അമേരിക്ക പുറത്ത് വിടില്ല, രഹസ്യമായിട്ട് സൂക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കപ്പെട്ട ഒരു യുദ്ധമായിട്ട് ഹോർമുസും ഇറാനും തമ്മിലുള്ള വിഷയം മാറിയിരിക്കുന്നു. ആ കാരണക്കാരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് യുദ്ധത്തിന് ഉത്തരവാദി. അതിൻ്റെ കാരണക്കാരൻ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചാക്രമിച്ചതാണ്, അത് ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്, തങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ നമ്മൾ വെടിവെക്കുന്ന സമയത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ച് വിരിച്ച് നിന്ന് കൊടുക്കുന്ന ആ ഗാന്ധിസ സിദ്ധാന്തങ്ങളൊന്നും എവിടെയില്ല, ഇറാനിലില്ല. തങ്ങൾ യുദ്ധത്തിന് എതിരെ യുദ്ധം കൊണ്ട് തന്നെ പ്രതികരിക്കും എന്നുള്ളത് അവർ മുമ്പ് പറഞ്ഞു വെച്ചതുമാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നതൊന്നും അമേരിക്ക പറയുന്നത് ഇസ്രായേൽ കേൾക്കാതിരിക്കുന്ന സമയത്ത് അവർ വീണ്ടും ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ വാൻസൺ പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരേ രാജ്യം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയുടെ കാര്യങ്ങൾ അനുസരിക്കാതെ അതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾ പുറത്തെ ലോകത്തോടൊന്ന് സംസാരിക്കൂ. ആരാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നത്? ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഏകദേശം 60% ആളുകളും ഇപ്പോൾ യുദ്ധത്തിനെതിരാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെയാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അംഗീകാരം സ്വീകാര്യതൊന്നും യഥാർത്ഥത്തിൽ ആർക്കില്ല.
ഇസ്രായേൽ സർക്കാരിനില്ല എന്ന് മനസ്സിലാക്കണമെന്ന് JD വാൻസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇതാണ്. ഒറ്റുകാരുണ്ട്, അത് അമേരിക്കയുടെ സൈന്യത്തിലുമുണ്ട്. ആര് എങ്ങനെയെന്ന് പുറത്ത് അറിയുന്നില്ല എന്ന് മാത്രം. ഒരർത്ഥത്തിൽ ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് അമേരിക്ക നിൽക്കുന്നോ എന്നൊരു സംശയം കൂടി പല വിഷയത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്.